ചങ്ങന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബംബു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ആൻഡമാനിൽ ഓരോ ലൊക്കേഷനിലും ഓരോ പോലീസ് സ്റ്റേഷനും വീതം കാണും. ഇതാണ് ബംബു ഫ്ലാറ്റിലെ പോലീസ് സ്റ്റേഷൻ. സമയം ഏകദേശം 2 മണിയായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയിൽ പോകാൻ നേരത്താണ് റോഡ് സൈഡിൽ ഇതേപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാൻ ചേച്ചിമാരിയിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഉള്ളിൽ പോവുകയാണ്. ഉള്ളിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വർത്താനം കേൾക്കുന്നത് ഒരു മലയാളിയുടെ സൗണ്ട്. വേറെ ഒന്നുമല്ല, ഈ കട നടത്തുന്നത് ഒരു മലയാളി താത്തയാണ്. എന്താ കഴിക്കാൻ വേണ്ടതെന്ന് അർബാസ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞത് ഒരേ ഒരു കാര്യം, ചോറ്. അർബാസ് എന്നോട് ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നവരെ ബിരിയാണി ജീവിതത്തിൽ കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അവനത് ആശ്ചര്യപ്പെട്ടു. അങ്ങനെ അവിടെ 2 കിലോ ചോറും തിന്നിട്ട് ഞങ്ങൾ മെല്ലെ വണ്ടി എടുത്ത് ഇറങ്ങി. എങ്ങോട്ടാ? ലൈറ്റ് ഹൗസിലേക്ക്. നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടാണ്. പോണ വഴി എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. നമ്മൾ നോർത്ത് ബേ പോയില്ലേ, അതാണ് റോഡ്. ആ നോർത്ത് ബേ എന്ന റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഈ പറഞ്ഞ ലൈറ്റ് ഹൗസ്. പ്രത്യേകിച്ച് വേറെ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് അധികം ടൂറിസ്റ്റുകൾ വരില്ല. കാരണം ഇവിടെ ലോക്കൽസ് മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് വരിക. മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസിൽ കയറി നിന്ന് കാണുന്ന ബീച്ചസും അവിടെ നിന്ന് കാണുന്ന മലകളുമാണ് ഇതിൻ്റെ. പോകുന്ന വഴിക്ക് നമുക്ക് തമിഴ്നാട് സൈഡിൽ മരത്തിൻ്റെ സൈഡിലൊക്കെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ മരങ്ങൾ എണ്ണീട്ടാണ് അവർ വെച്ചേക്കുന്നത്. അതായത് ഇവിടുന്ന് ആരും മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് മുറിച്ചാലും വേറെ അങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കുകയൊന്നുമില്ല. അങ്ങനെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്ന് നേരെ കാണുന്നതും ബീച്ച്. ഫുള്ള് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് മഴയില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് മഴയായിരുന്നു. ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഇറങ്ങിയത് തന്നെ. എന്തായാലും അരമണിക്കൂറിനുള്ള മഴ പെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ എവിടേക്ക് പോയി ഇറങ്ങിയാലും അപ്പം മഴ. ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ മുടിഞ്ഞ ഭംഗിയാണ്. പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നേരെ മുമ്പിൽ കാണുന്നതൊക്കെ കടലിൽ നിന്ന് വെള്ളം തിരയടിച്ച് കയറി കിടക്കുന്നതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടെ മഴ പെയ്തതിൻ്റെ വെള്ളമാണെന്നാണ് പിന്നീട് മനസ്സിലായത്. ഇവിടെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇവർ ചെറിയ വീടുകളൊക്കെ കെട്ടുന്നുണ്ട്. ആ വീടുകൾക്ക് അടയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടനെ കണ്ടു. പുള്ളിക്കാരൻ ഷീറ്റിൻ്റെ മുകളിൽ കയറിന്നിട്ട് എന്തോ അറ്റകുറ്റപ്പണി ചെയ്യുകയാണ്. വേറെ ഒന്നും ആയിരിക്കില്ല, മിക്കവാറും ഈ ഷീറ്റ് എന്തെങ്കിലും ലീക്കായിട്ട് അത് അടയ്ക്കുമായിരിക്കും പരിപാടി. ഇവിടെ നിറച്ച് പശുക്കളാണ് റോഡ് സൈഡിൽ. ഞാൻ വീഡിയോ എടുക്കാതിനേക്ക് മുമ്പ് തന്നെ ഒരു പശു അർബാസിനെ കുത്താൻ വേണ്ടി ഓടിച്ചിട്ടുണ്ടായി. ചില സ്ഥലങ്ങളിൽ ഓല കൊണ്ട് മേഞ്ഞ ഇരിപ്പടമൊക്കെ നമുക്ക് കാണാം. ഞാൻ ക്യാമറ കൊണ്ട് പോകുമ്പോൾ എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു യൂട്യൂബറാണ്, വ്ളോഗറാണ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. കുറച്ച് നടന്ന് അവിടെ ചെന്നപ്പോൾ നമുക്ക് ചെറിയൊരു കലുങ്ക് കണ്ടു. ഇതിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഗ്യാപ്പിൽ കൂടെ കടലിലേക്ക് ഒഴുകിയെത്തും. താഴെ കടലിൻ്റെ സൈഡിൽ നിറച്ചും പ്ലാസ്റ്റിക്കുകളുണ്ട്. ഇവിടെ വരുന്നവരെല്ലാവരും പ്ലാസ്റ്റിക് കുപ്പികളും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ നമ്മളാരെങ്കിലും വരുവാണെങ്കിൽ പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കി വരിക. പിന്നെ ഞാൻ ഇതിലറിഞ്ഞ പുതിയൊരു അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ 1 ലിറ്റർ കുപ്പികളുടെ വെള്ളവും അല്ലെങ്കിൽ 1 ലിറ്റർ കുപ്പികളുടെ എന്ത് സാധനങ്ങളും ബാൻഡാണ്. വേറെ ഒന്നും കൊണ്ടല്ല, 1 ലിറ്റർ കുപ്പിയുടെ വെള്ളമൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞിട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ 2 ലിറ്ററിൻ്റെ മാത്രം മിനിമം വെച്ചേക്കുന്നത്. 2 ലിറ്റർ ആകുമ്പോൾ ആൾക്കാർ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം പിടിക്കാനെങ്കിലും ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 1 ലിറ്റർ കുപ്പികളെല്ലാം ബാൻ ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റ് ഹൗസ് 4 മണി 4:30 ലൈറ്റ് ഹൗസ് അടയ്ക്കും. അതിന് മുമ്പ് വേണം നമുക്ക് അവിടെ എത്താൻ. നമ്മൾ വണ്ടി വെച്ച അവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്ററിന് മുകളിൽ നടക്കാനുണ്ട് ഈ ലൈറ്റ് ഹൗസ് എത്താൻ. അപ്പോൾ പ്രായമായവർക്ക് ഇത്തിരി പാടായിരിക്കും. കാരണം ഇത് ഇത്തിരി കയറ്റം കയറിയിട്ട് വേണം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. ഞാനും അവനും കൂടി മത്സരിച്ചാണ് കയറുന്നത്. അവൻ പറഞ്ഞു തീരെ പറ്റില്ല, എന്നെക്കൊണ്ട് വയ്യ. നമുക്ക് കേരളത്തിലെ പിള്ളേരുടെ പവർ കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ ഈ കുന്നും മലയും കാടും ഒക്കെ കയറി നടക്കുന്നത് കൊണ്ട് എനിക്കിതൊരു വിഷയമല്ല. ഇതേമാതിരി സ്പോട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പിള്ളേരോടെ എത്തിയിരിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമല്ല. ഈ ലൈറ്റ് ഹൗസിൽ ഞാൻ ആദ്യം ലിഫ്റ്റ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലൈറ്റ് ഹൗസിൽ ഒരു ലൈറ്റ് ഹൗസിലും ലിഫ്റ്റ് കാണുകയില്ല. ഇവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് സോളാർ പവർ പാനൽ ഉപയോഗിച്ചിട്ടാണെന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ലൈറ്റ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ വേറൊരു സാധനം കൂടി നമ്മൾ കണ്ടുപിടിക്കും. ഏതാണ് ബൾബ്, ലൈറ്റ് ഹൗസിൽ ഇടുന്ന ബൾബ് ഏതാണ്. എത്രയോ കിലോമീറ്റർ താണ്ടി നമുക്ക് ഈ വ്യൂസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലൈറ്റിൻ്റെ വെട്ടം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ എന്തായിരിക്കും എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ട് അതെന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടെ കയറാൻ വേണ്ടി വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. 5 മിനിറ്റാണ് സമയം തന്നേക്കണത്. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് അവിടെ കയറി എത്തിയിട്ട് 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്രയ്ക്കുമുണ്ട് നടന്ന് കയറാൻ സ്റ്റെപ്പ് വഴി. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റ് മേടിച്ചിട്ട് നേരെ നടക്കുകയാണ് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറാൻ. മൊത്തം സിമെൻറ്റ് കൊണ്ടാണ് പണിതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചുമരുകൾ മാത്രമാണ് സിമെൻറ്റ് ഉള്ളൂ. അതിൻ്റെ ഉൾവശം മുഴുവൻ ഇരുമ്പും കൊണ്ടാണ് തീർത്തത്. ശരിക്കും ഇതിൻ്റെ ഉൾവശത്തിൽ കയറി കഴിഞ്ഞാൽ സംഭവം ഒരു പ്രത്യേകത ഫീൽ തന്നെയാണ്. സ്റ്റെപ്പ് കയറി കുറച്ച് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ ചെറിയ ചെറിയ ജനലുകൾ കാണാൻ പറ്റും. ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് കയറുമ്പോൾ തന്നെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു നില മുകളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രതലം കാണാം. ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒറ്റ സെറ്റിൽ തന്നെ മുകളിലെത്തും. കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ അവർ മെല്ലെ പോവുള്ളൂ. ഇത് എത്ര കയറിയിട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനും കൂടി ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഭാഗത്തെത്തി. ടോപ്പ് ഭാഗത്ത് കയറേണ്ടത് ഇങ്ങനെയാണ്. ചെറിയൊരു കോണിപ്പടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു പില്ലറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരോട് സംസാരിക്കുകയായിരുന്നു. ഇവരിവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. ഇവരിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അർബാസും ഇവിടെ കുറേ വട്ടം വന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ കൂടെ അവൻ ചുമ്മാ വന്നു എന്നുള്ളൂ. അങ്ങനെ അർബാസ് ആദ്യം മുകളിലേക്ക് കയറിപ്പോയി. സ്റ്റെപ്പ് കയറാൻ ലേശം പാടാണ്. കാരണം കയറുമ്പോൾ തന്നെ തലയിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്.
ഒരുപാട് വണ്ണമുള്ളവർക്ക് ഈ കോണി കയറി മുകളിലെത്താൻ കഴിയില്ല. നമ്മൾ ഡണ്ടിയിൽ കയറിയ പോലെയുണ്ട്. ക്യാമറ ഞാൻ അവൻ്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ട് ഞാനും സ്റ്റെപ്പ് മെല്ലെ കയറി മുകളിലേക്ക്. കയറാൻ എനിക്കും ലേശം പാടായിരുന്നു. എന്നാലും ഫസ്റ്റ് ടൈം കയറുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കയറി വരുന്നത് കണ്ടറിയാം നിങ്ങൾക്ക് ഇത് എത്രമാത്രം ചെറിയ ഒരു സ്ഥലമാണ് എന്നുള്ളത്. ഞാൻ കയറി എത്തുമ്പോഴേക്കും അർബാസ് പുറത്തിറങ്ങി എന്നുള്ള കാഴ്ച എടുത്തു തുടങ്ങി. എന്നാൽ പൊന്നുമക്കളെ ഒന്നും പറയാനില്ല. ഇമാതിരി ഒരു കാഴ്ച എന്ന് പറയണത് നമ്മൾ പാലക്കുഴി പോയപ്പോഴാണ് ഇതേപോലത്തെ ഒരു കാഴ്ച കിട്ടിയിട്ടുള്ളത്. അത്ര ഹൈറ്റിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണാം. ആൻഡമാനിലെ ഓരോ സ്ഥലങ്ങളും ഓരോ വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് തരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റും ഓരോ ഐലൻഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചുറ്റും ഗ്രില്ലാണ്. നമ്മുടെ അരയ്ക്കും മുകളിലും ഗ്രില്ലുണ്ട്. അതുകൊണ്ട് തന്നെ ആരും താഴെ വീഴുമെന്ന് പേടിക്കണ്ട. അത് മാത്രമല്ലാതെ ഇവിടെ നല്ല കാറ്റാണ് വീശുന്നത്. കാറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളെ പറപ്പിക്കുന്ന കാറ്റ് പോലെ നമുക്ക് തോന്നും. ഇവിടെ അധികം നമുക്ക് ഷിപ്പുകൾ കാണാൻ പറ്റില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഷിപ്പുകൾ വരുന്ന ചാലുകൾ വേറെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ മാത്രമേ ഷിപ്പുകൾ വരുള്ളൂ. എന്നാലും വലിയ ചരക്ക് കണ്ടെയ്നറുകളൊക്കെ പോകുന്നത് കാണാം. നമ്മുടെ കയ്യിൽ ബൈനോക്കുലർ ഉണ്ടെങ്കിൽ മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ നേരെ. അങ്ങനെ ഇവിടെ വന്നത് എന്തായാലും വെർത്തായി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അർബാസിനോട്. ഇവിടെ വന്നില്ലെങ്കിൽ എന്തായാലും നഷ്ടമുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ആൻഡമാനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിക്കോളൂ. നോർത്ത് ബേയിലുള്ള ലൈറ്റ് ഹൗസ് ഇതെന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്നാണ്. അപ്പോഴാണ് ഞാൻ വന്ന കാര്യം മറന്നു. നമ്മൾ ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ലൈറ്റ് ഹൗസിൽ ലൈറ്റ് ഇങ്ങനെ കറങ്ങി ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈറ്റ് എന്താണ് സംഭവം എന്ന് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം ചങ്ങായിമാരെ. അപ്പോൾ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിൻ്റെ ലെൻസ് എന്ന് പറയുന്നത്. ഈ ലെൻസിൻ്റെ ഏകദേശം ഒരു 3-4 ഇഞ്ച് തിക്നെസ് എങ്കിലും ഉണ്ടാവും ഈ ലൈറ്റ് ഹൗസിൻ്റെ ഈ ലെൻസിന്. ഇത് ശരിക്കും ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക്കലി റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് കൈ കൊണ്ട് പിടിച്ച് തിരിക്കുമ്പോഴും ഈ സാധനം കറങ്ങുന്നുണ്ട്. ഇത് മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പണ്ടത്തെ കാറുകളിൽ കുഞ്ഞു കുഞ്ഞു കാറുകളിലുള്ള സംഭവം ഉണ്ടല്ലോ, ടോയ് കാറുകളിലെ അങ്ങനെ തിരിക്കണ സാധനം. അതേപോലെ തന്നെയാണ് ഈ സാധനം കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മെല്ലെ ഒന്ന് തൊട്ടാൽ തന്നെ തിരിക്കും. ഇതിൻ്റെ ഉള്ളിലെ ബൾബ് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ചെറിയ ബൾബിൽ നിന്നാണ് നമ്മൾ കിലോമീറ്ററുകളിൽ നിന്നിട്ടും ഈ ലൈറ്റ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ബൾബ് എങ്ങനെയാണ് ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ സാധാരണ ഫിലമെൻറ്റ് ബൾബില്ലേ, അതേ ഫിലമെൻറ്റ് ബൾബ് തന്നെയാണ് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക.